എല്ലാവർക്കും കുഞ്ചമ്മ കേസിലേക്ക് സ്വാഗതം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുറേ പുതിയ കമ്മൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കളക്ഷൻസ് എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ജിമുക്കാസാണ് കൂടുതലും എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കമ്മൽ കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ടായിരുന്നു, അത് എല്ലാം സെയിലായി. അപ്പോൾ പിന്നെ അതിൻ്റെ കുറേ കളർ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. 2-3 കളറുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ മെറൂണായിരുന്നു കൂടുതലും എല്ലാവർക്കും ആവശ്യം, പക്ഷേ ഗ്രീനും മെറൂണും വളരെ കുറച്ച് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളേ. അപ്പോൾ ഓരോ കമ്മലുകളും അതിൻ്റെ റേറ്റും ഒക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്മലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറയുകയാണ് വേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് ഓരോ കമ്മലായിട്ട് കാണിച്ചിട്ട് കുറച്ച് നേരം വെച്ചേക്കുന്നത്. കാര്യം കാറ്റലോഗിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫോട്ടോ ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടിട്ടില്ല. അങ്ങനെ ആഡ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മൾ കാറ്റലോഗിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ കമ്മൽ സെയിലായി പോകുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന അടുത്ത മോഡലായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കമ്മലുകൾ ഇങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ ഇടാനുള്ള ഒരു മടിയെന്ന് തന്നെ പറയാം. മടി കാരണം ഞാൻ പിന്നെ കാറ്റലോഗിൽ എല്ലാതും ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ നിങ്ങളിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ കമ്മൽ വന്നിട്ട് 70 രൂപയാണ്. റോസ് ഗോൾഡിൻ്റെ കമ്മലാണ്, 70 രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള കമ്മലാണ് കേട്ടോ. നമ്മൾ ലോക്കൽ കമ്മലല്ല. കമ്മൽ വാങ്ങിയിട്ടുള്ളവർക്കറിയാം, എല്ലാ കമ്മലും നല്ല ക്വാളിറ്റിയുള്ള കമ്മലുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെഡ്, മെറൂണ്, ഗ്രീന് ഈ 3 കളറാണ് ഇതിൻ്റെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്രീനാണ് കൂടുതലും വന്നിട്ടുള്ളത്, പിന്നെ റെഡ്, മെറൂണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റഡിന് ഓരോന്നിനും ഓരോ ഷേപ്പുകളായിരിക്കും കേട്ടോ. മിക്കവാറും ഉള്ളതും ഒരു ഫ്ലവറിൻ്റെ മോഡൽ ഷേപ്പായിരിക്കും. അങ്ങനെ പാലക്ക ഷേപ്പ്, അങ്ങനെ ഓരോന്നും ഓരോ ഷേപ്പായിരിക്കും. പിന്നെ അവിടെ ഒരു ഗ്ലാസ് പോലെ വന്നിട്ടാണ് ഒരു സ്റ്റോൺ മാതിരി ഇരിക്കുന്നത് കേട്ടോ. പിന്നെ താഴെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കളറ് പോകുന്ന ബീഡ്സ് അല്ല, കളറ് പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കളറുകളാണ് അതിൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്മലിൻ്റെയൊക്കെ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത പിറ്റേന്ന് തന്നെയാണ് നിങ്ങൾക്ക് കമ്മലൊക്കെ ഞാൻ സെൻഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്ന് പറയുമ്പം ബോയുടെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഇടവിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ കമ്മലൊക്കെ ആണെങ്കിൽ നമ്മൾ കാലത്താണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും വന്ന് തന്നെ അയക്കും. അതല്ല വൈകിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് തന്നെ മാക്സിമം അയക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. കാരണം ബോയുടെ മെറ്റീരിയലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് വലിയ ബോക്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ തന്നെ കൊണ്ടുപോകണം. കമ്മലൊക്കെ ആണെങ്കിൽ ഞാൻ പാക്ക് ചെയ്ത് മോൻ പോകുന്ന കൂട്ടത്തിൽ അവൻ്റെ കൊടുത്തൊക്കെ വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ, സ്കൂളിൽ പോകുന്ന കൂട്ടത്തിൽ. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ജിമിക്കയാണ്. ക്രീം കളറിലെ സൂപ്പർ ജിമിക്കയാണ് കേട്ടോ. ഇതുവരെ വന്ന കമ്മലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. സൂപ്പർ ജിമിക്കയാണ്. ക്വാളിറ്റിയിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തേക്കുന്ന സൂപ്പർ അടിപൊളി ജിമിക്കയാണ് കേട്ടോ. ഇത് നമുക്ക് ഓണത്തിൻ്റെ ഒരു ഓണം വൈബായിട്ടൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. സൂപ്പർ കമ്മലാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. റേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് റേറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ വെറുതെ കണ്ടോ, വാങ്ങുന്നില്ലെങ്കിൽ പോലും എനിക്കൊരു ഉപയോഗമാകട്ടെ അല്ലേ, എനിക്ക് ഒരു സഹായമാകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വീഡിയോ കണ്ടോ, കുഴപ്പമില്ല. അപ്പോൾ അടുത്തതായിട്ട് വന്നത് 2 അരയന്നങ്ങൾ 2 സൈഡിൽ ഇരിക്കുന്ന കമ്മലാണ്. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച നമ്മളെ കമ്മലില്ലേ, ആദ്യം ഫസ്റ്റ് കാണിച്ച അതിൻ്റെയൊക്കെ ഒരു മോഡലായിട്ട് വരും. മുകളിലുള്ള സ്റ്റഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 60 രൂപയാണ്. അതിൻ്റെ എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. 60 രൂപയാണ് അരയെണ്ണം 2 ഇരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ റോൾഡ് ഗോൾഡ് പോലത്തെ കമ്മലാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇത് കളർ പോകുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് ഒരു പീസ് 30 രൂപ ആവുന്നുള്ളൂ. അപ്പം നമ്മൾ കമ്മൽ കളറ് പോവാത്ത ആകുമ്പോഴത്തേക്കൊക്കെ എനിക്ക് തോന്നുന്നു 200 രൂപയും അതിന് മുകളിലോട്ടൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ റോൾഡ് ഗോൾഡ്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും എനിക്ക് തോന്നുന്നത് അത്രയൊക്കെ ആവുമായിരിക്കും. പക്ഷേ ഈ ഒരു കമ്മൽ വന്നിട്ട് 30 രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് കേട്ടോ. ഗോൾഡ് പോലെ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഗോൾഡ് കമ്മലായിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ഒരു കമ്മലൊക്കെ പണയം വെക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. കമ്മലൊക്കെ പണയം വെക്കുകയാണെങ്കിൽ പകരം നമുക്ക് ഈ കമ്മലൊക്കെ ഇട്ടൊന്ന് തൽക്കാലത്തേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വിലയും ഒരുപാടാവുന്നില്ലല്ലോ, 30 രൂപയാവുന്നുള്ളൂ. അപ്പോൾ നല്ല മോഡലുമാണ് കേട്ടോ. അപ്പോൾ 3 ലെയർ 2 ലെയറൊക്കെ വരുന്നതാണ്.
അപ്പോൾ ഇതും സൂപ്പർ കമ്മലാണ് കേട്ടോ. ഇത് കളർ പോകുന്നതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. 30 രൂപയാണ് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ്. നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് കളഞ്ഞാലും നമുക്ക് എന്താണ് 30 രൂപയാണ്. അത് വലിയ റേറ്റൊന്നും ഉള്ളതല്ലല്ലോ. അപ്പം ഗോൾഡ് നമ്മൾ കളർ പോകാത്ത ഗ്യാരണ്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 200 അതിന് മുകളിലൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു നമുക്കൊരു മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് എനിക്കും വലിയ പിടിയൊന്നുമില്ല, സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് നമ്മുടെ കൃഷ്ണനും രാധയും കൂടെ ഉള്ള കോംബോ കമ്മലാണ് കേട്ടോ. ഇതും സൂപ്പർ കമ്മലാണ്. നമ്മൾ നേരത്തെ ഒരു ജിമുക്ക കാണിച്ചല്ലോ, ക്രീം കളറിൽ ഒരു ജിമുക്ക കാണിച്ചല്ലോ, അതുമായിട്ട് കുറച്ച് മാച്ചായിട്ട് വരുന്ന കമ്മലാണ് കേട്ടോ. സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ, കൃഷ്ണനും രാധയും കൂടെ. സാധാരണ ഞാനിങ്ങനെ ലക്ഷ്മി മാല, ലക്ഷ്മി ലോക്കറ്റ്, ലക്ഷ്മി കമ്മൽ അതുപോലെയൊക്കെയുള്ള സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സരസ്വതി ദേവി, ലക്ഷ്മി, അങ്ങനെയൊക്കെയുള്ള സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. കമ്മലുകളും മാല, നെക്ലസും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൃഷ്ണൻ്റെ കമ്മൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. സംഭവം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കുറച്ചധികം സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിഷു ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിപ്പോയി കേട്ടോ. എടുത്തതിൽ കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിപ്പോയി. ഇനി ഒരു 10-12 പീസോളം എൻ്റെ കയ്യിലുള്ളൂ. ഞാനൊരു 20 പീസോളം അത് എടുത്തതാണ്. അതിൻ്റെ ബാക്കിയെല്ലാം ഞാനിങ്ങനെ സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോഴത്തേക്ക് തന്നെ സെയിലായി പോയി കേട്ടോ. അപ്പോൾ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ഉള്ളവരും അത് വാങ്ങിയിട്ടുള്ളത്. സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കമ്മൽ ഞാനും എടുത്തിട്ടുണ്ട്. ഓണത്തിന് നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ വലിയൊരു ആഗ്രഹം വരുന്നു കേട്ടോ, ആ ക്ഷേത്രത്തിൽ പോകണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം ഈ ഓണത്തിന് ദൈവം സഹായിച്ചാൽ നിറവേറും. അപ്പോൾ അന്നിടാം എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു കമ്മൽ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ള കമ്മലാണ്. ഇതെല്ലാം 30 രൂപ കമ്മലാണ് കേട്ടോ. ഇതും ക്വാളിറ്റിയിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത കമ്മലാണ്. സൂപ്പർ കമ്മൽ തന്നെയാണ്. പേസ്റ്റൽ കളറിലുള്ള കമ്മലുകളാണ്. പിങ്ക് അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം പേസ്റ്റൽ കളർ കമ്മലാണ് കേട്ടോ. അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കമ്മലാണ് പേസ്റ്റൽ കളർ കമ്മൽ. അതിൻ്റെ ലൈറ്റായിട്ടുള്ള കളർ കണ്ടോ. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് 30 രൂപയാണ്. ഇത് കാണുന്ന ജിമുക്കായും എല്ലാം 30 രൂപയാണ് കേട്ടോ. ഇത് ഒരെണ്ണം ഞാനിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ അകത്തൊരു കിടുകാമണി മുത്ത് തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒരാൾ വേണം നമുക്ക് ഈ വീഡിയോ പിടിക്കാനായിട്ട്. വേറൊരാൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കമ്മലിങ്ങനെ നേരെ നിവർത്തി പിടിച്ച് അതിൻ്റെ മുത്ത് ആടുന്നത് കാണിക്കാൻ പറ്റൂ. ഞാനിങ്ങനെ സ്റ്റാൻഡ് വെച്ച് പിടിക്കുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ കിടത്തി പിടിച്ചേ എനിക്ക് ഈ കമ്മൽ കാണിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കമ്മലെല്ലാം വന്നിട്ട് 30 രൂപയാണ്. അപ്പോൾ ഡെയിലി ഓരോ വീഡിയോസ് വെച്ചിടണമെന്നൊക്കെ വിചാരിച്ച് കുറേ ഓണം സംഭവങ്ങളെല്ലാം സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഡെയിലി വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട് സംഭവം കുറേയൊക്കെ ഞാനങ്ങ് ട്രൈ ചെയ്യും. പിന്നെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ, ഓണമല്ലേ, നമുക്ക് ഓരോ തിരക്ക്. പിന്നെ ബോയിൽ അത്യാവശ്യം കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ സംഭവം പൊട്ടിയതാണ് കേട്ടോ. ഇതെനിക്ക് വന്നപ്പോഴേ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ഞാനങ്ങ് മാറ്റി. അപ്പോൾ ഡാമേജാണ് കേട്ടോ അതൊരെണ്ണം. നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. കുറേയൊക്കെ ഡാമേജൊക്കെ കാണും കേട്ടോ. അതൊക്കെ നമ്മുടെ നഷ്ടത്തിൻ്റെ കൂട്ടത്തിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ള ഏത് കമ്മലാണെന്ന് ചോദിച്ചാൽ ഇത് ആമീര സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഞാൻ എനിക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടി ആമീര സ്റ്റഡി ടേബിൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാണ് പിടിക്കുന്നത്. കാരണം അവൾക്കിത് സ്റ്റഡി ടേബിളായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചല്ലോ, അതിങ്ങനെ മറിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ 2 കാലും നേരെ ഇരിക്കുന്ന രീതിയിൽ കമ്പി പീസോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് സ്ക്രൂ ഒക്കെ ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അവൾ തൽക്കാലം അതിൽ വെച്ച് ഹോംവർക്കൊക്കെ എഴുതും. മേശപ്പുറത്ത് ആകുമ്പോഴത്തേക്ക് അവൾക്ക് എത്തത്തില്ല. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇത് ലക്ഷ്മി കമ്മലാണ് കേട്ടോ. ലക്ഷ്മിയാണ് അതിലിരിക്കുന്നത്. ലക്ഷ്മി ദേവിയാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ആരാണെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ലക്ഷ്മി ദേവിയാണ് കേട്ടോ ഈ കമ്മൽ. അപ്പോൾ ഇതൊരു ജോഡി വന്നിട്ട് 70 രൂപയാണ്. ഇതിൻ്റെ അടിയിലെ ബീഡ്സും ക്രീം കളർ ബീഡ്സാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രീനും അതുപോലെ മെറൂണും പർപ്പിളും അങ്ങനെ 3 കളറോ മറ്റോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അതിൻ്റെ പർപ്പിളും അതുപോലെ ഗ്രീനും മെറൂണുമാണ്. ഈ ഇടത് കയ്യിലിരിക്കുന്നത് പർപ്പിളാണ് കേട്ടോ, ഇത് മെറൂണ്. അപ്പോൾ അങ്ങനെ 3 കളറാണ് അതിൻ്റെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴപ്പോഴും എടുക്കുന്നത് അപ്പോഴപ്പോഴും കവറിനകത്തിട്ട് വെക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ
സംഭവം എനിക്ക് പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ മടിയാവും. അപ്പം ഞാൻ വീണ്ടും എല്ലാം കൂടെ വാരിക്കൂട്ടിയിടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് കവറിനകത്ത് തന്നെ ഇട്ടേ പറ്റുള്ളല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴെപ്പോഴും ഓരോന്ന് കവറിനകത്ത് ഇടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന കമ്മലെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കൊറിയൻ ടൈപ്പ് കമ്മലാണ്. ഗോൾഡാണ് സംഭവം. ഗോൾഡ് പോലുള്ള ചെറിയ ചെറിയ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതും കൊള്ളാം, സംഭവം നല്ല കമ്മലാണ്. എല്ലാ കമ്മലും ഞാൻ നല്ലതെന്ന് തന്നെയാണ് പറയുന്നതല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കുക എല്ലാ കമ്മലും നല്ലതെന്നാണ് പറയുന്നതെന്ന്. എല്ലാ കമ്മലും എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ കമ്മലുകളെല്ലാം എടുത്തത്. അപ്പം പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഇതെല്ലാം നല്ലതെന്നല്ലേ പറയൂ. കാരണം ഞാൻ സെലക്ട് ചെയ്ത് എടുത്തതെല്ലാം നല്ലതെന്നല്ലേ ഞാൻ പറയൂ. അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റും. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും എനിക്കിത് നല്ലതെന്നല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഇതാണ്. ഇതും കൊറിയൻ്റെ കമ്മലാണ് കേട്ടോ. 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇതും സൂപ്പർ ക്വാളിറ്റിയുള്ള കമ്മലാണ്. ആ ബീഡ്സിനകത്ത് ഗോൾഡ് ബീഡ്സിൻ്റെ കൂടെ ഒരു ലെയർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ചുറ്റ് വരുന്നുണ്ട്. അത് വീഡിയോയിൽ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ 2 ലെയർ അതിൽ വരുന്നുണ്ട് സ്റ്റോൺസ്. പിന്നെ വരുന്നത് ഇതേ മോഡലിൽ ഫാൻസി ടൈപ്പ് കമ്മലാണ്. അപ്പോൾ ഫാൻസി ടൈപ്പ് കമ്മൽ കൂടുതലും സെയിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫാൻസി ടൈപ്പ് കമ്മലാണ് ഇപ്പം അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത്. ഇതൊരു പീസ് 40 രൂപയേ ഉള്ളൂ. ഒരുപാട് റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ 1-2 ഞാനിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിച്ച് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കവറിനകത്തിരിക്കുമ്പോൾ നമുക്ക് ഒന്നിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ലല്ലേ. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുമെന്ന് പേടിച്ചിട്ടാണ് എല്ലാം അങ്ങനെ പൊട്ടിച്ച് കാണിക്കാത്തതേ. പൊട്ടിച്ച് കാണിക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് 40 രൂപ കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ കുറേ കളറുണ്ടല്ലോ, റെഡ്, മെറൂണ്, ഗ്രീന്, അതുപോലെ ഒരു ബ്ലൂ, പിന്നെ ആ കളർ ബോട്ടിൽ ഗ്രീൻ ആണോ, അങ്ങനെ കുറച്ചധികം കളറുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് 40 രൂപയാണേ. ഒരെണ്ണം കൂടെ ഞാൻ പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇതും സൂപ്പർ കമ്മലാണ് കേട്ടോ. അതിങ്ങനെ നല്ല ഫിനിഷിങ്ങോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇങ്ങറ്റത്തും അങ്ങറ്റത്തും ഒക്കെ മുത്തുണ്ട്, അകത്തോട്ട് കയറി ഇരിക്കുന്നതാണ്. എല്ലാത്തിലും മുത്തുണ്ട്, എല്ലാ കണ്ണികളിലും മുത്തുണ്ട്. അതിങ്ങനെ ഓരോ സൈഡിലോട്ട് കയറി ഇരിക്കുന്നതാണ്. ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ സ്റ്റാൻഡ് വന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയ്ക്കും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഒരു അസിസ്റ്റൻറ്റിനെ നമുക്ക് വെച്ചാലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീട്ടിലുള്ള 2 അസിസ്റ്റൻറ്റുമാരെ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവുമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. 2 പേരും 2 രീതിയിൽ 2 സ്വഭാവത്തിലാണ് വീഡിയോ പിടിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഫോൺ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഗാലറി ഫുള്ളെന്നാണ്, മെമ്മറി ഫുള്ളാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആമി ആ ലോക്കായി കിടക്കുന്ന ഫോണിൽ തന്നെ ക്യാമറ എടുത്തിട്ട് ആമിയുടെ പലതരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കും. അപ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നോ ഗൈസ് അല്ല യെസ് ഗൈസ്. അപ്പോൾ നോ ഗൈസ് അല്ല യെസ് ഗൈസ്. അപ്പോൾ ആമി ഇവിടെ ഉണ്ട് കേട്ടോ. ആമി സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ആമി എന്തൊക്കെയോ പരിപാടിയാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ കമ്മലാണ് കേട്ടോ. 40 രൂപയുടെ കമ്മലാണ്. സംഭവം 40 രൂപയ്ക്ക് നമുക്ക് വർത്താണ്. അത്രയ്ക്ക് നല്ല കമ്മലാണ് കേട്ടോ. 40 രൂപയാണ്. അടിപൊളി കമ്മലാണ്. ഗുങ്കുരൂസ് സിൽവറിൻ്റെ ഗുങ്കുരൂസ് ഇങ്ങനെ തൂക്കിയിട്ട കമ്മലാണ്. ഇതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്കിതിലുള്ള ലാഭം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ലാഭമല്ല, എനിക്ക് ഓരോ കമ്മലായിട്ട് എടുക്കും കേട്ടോ. എനിക്കുള്ള ലാഭം ഞാൻ ഓരോ കമ്മലായിട്ട് ഞാൻ തന്നെ അങ്ങ് എടുക്കാറാണ് പതിവ്. പിന്നെ എനിക്ക് ബോയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കമ്മൽ സെയിലാണ് എനിക്ക് ലാഭം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ബോയും സ്ലൈഡും ക്ലിപ്പും ബോ വലുതായിട്ട് ആമി എടുക്കത്തില്ല, സ്കൂളിൽ ബോ വയ്ക്കത്തില്ല, അല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോഴേ എടുക്കത്തുള്ളൂ. പക്ഷേ അതൊക്കെ ആകുമ്പോഴത്തേക്ക് ആമി അടിച്ചുകൊണ്ട് പോവേ, വളയൊക്കെ ആമി അടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ കമ്മലെന്ന് പറയുന്ന സാധനം മാത്രം ആമി അടിച്ചുകൊണ്ട് പോവില്ല. ആ ഒരു സമാധാനമുണ്ട്. എവിടെ ഇട്ടിരുന്നാലും ആമിയുടെ കാതിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ആമി എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ഇതും കൊറിയൻ കമ്മലാണ്. 40 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ്, ഒരു പീസിൻ്റെ റേറ്റ്. നിങ്ങളിത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ 10 പീസ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ റേറ്റിലൊരു ചെറിയ വ്യത്യാസം വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് 40 രൂപയാണ് കേട്ടോ. അപ്പോൾ 40 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ സെയിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വില കുറഞ്ഞ കമ്മൽ ഞാൻ സെയിൽ ചെയ്യുന്ന ഏതാണെന്ന് കാണിക്കാം. ഇത് ഒരു ജോഡി 5 രൂപയാണ് കേട്ടോ. 10 രൂപയല്ല, 5 രൂപയാണ്. 2 പീസ്, അതായത് ഒരു പെയർ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ക്രീം, വൈറ്റ്, ബ്ലാക്ക്, സിൽവർ, അങ്ങനെയൊക്കെ പല കളറിലുള്ള കമ്മലാണ് കേട്ടോ.
അപ്പോൾ ഇത് വന്നിട്ട് 5 രൂപയാണ്. ഇതാണ് നമ്മുടെ കയ്യിലെ ഏറ്റവും റേറ്റ് കുറഞ്ഞ കമ്മൽ. ഏറ്റവും റേറ്റ് കൂടിയ കമ്മൽ 90 രൂപയുടെ കമ്മലാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതാ മാലയാണ്. ഓണത്തിനിടാൻ പറ്റിയ നല്ല സൂപ്പർ മാലയാണ് കേട്ടോ. ഓണത്തിന് നമ്മളിങ്ങനെ എന്താണ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമ്മൾ ഓണത്തിനിടാൻ പറ്റിയ കമ്മലുകൾ കാണിച്ചല്ലോ, അതുപോലെയൊക്കെ ഓണത്തിനിടാൻ പറ്റിയ സൂപ്പർ മാലയാണ്. അടിപൊളി മാലയാണ് കേട്ടോ. ഈ മാല വന്നിട്ട് ഒരു പീസ് 60 രൂപയാണ്. ഇത് കളറൊന്നും പോകുന്ന മുത്തൊന്നും അല്ല കേട്ടോ. ഗോൾഡ് ബീഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബീഡാണ്. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഈ മാലയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ട് 60 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ കളറുണ്ട്. കളർ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് വന്നിട്ട് നമ്മൾ ക്രീം കളറാണ്. ക്രീം കളർ നമ്മൾ കസവിൻ്റെയൊക്കെ കളറില്ലേ, മാതിരി കളറാണിത്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് സാരിയിലൂടെയൊക്കെ സെറ്റ് സാരി അതുപോലെ ധാവണി സെറ്റിൻ്റെ അതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാണ് ഒരു നേവി ബ്ലൂ ബ്ലാക്ക് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ. റെയിൻബോ പോലെയൊക്കെ തോന്നുന്നല്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ക്രീം കളർ, ഡാർക്ക് ക്രീം കളറാണ് കേട്ടോ. നേരത്തെ കാണിച്ചത് ലൈറ്റായിട്ടുള്ള ഒരു ചന്ദന കളറെങ്കിൽ ഇത് ഡാർക്കായിട്ടുള്ള ക്രീം കളറാണ് കേട്ടോ. സംഭവം ഇതും അടിപൊളി കളർ തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്. ഇതിൻ്റെ ബീഡ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സൊക്കെയാണ് കേട്ടോ. ഇത് ഒരു പീസ് 60 രൂപയാണ്. അപ്പോൾ എന്താണ് റീസെല്ല് ചെയ്യാനൊക്കെ വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു കെട്ടായിട്ട്, അതായത് 6 പീസ് 3 പീസ് ഒക്കെയുള്ള ഒരു കെട്ടായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മാല വന്നിട്ടുള്ളത് ഇത്. പിന്നെ വന്നിട്ടുള്ളത് നെക്ലസ് മോഡൽ ആയിട്ടുള്ള നമുക്ക് നെക്ലസ് പോലെയൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാകുമ്പോഴത്തേക്ക് കുറച്ച് ലെങ്ത് കൂടി പോവും. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. പിന്നെ വേറെ എന്തോ ഒരു കാര്യം പറയുന്നത്, പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലുള്ള സ്റ്റഡോ കമ്മലോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിലും ഇതൊക്കെ വാങ്ങുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഇതുപോലുള്ള സ്വഭാവമുള്ള ഇതൊക്കെ പോലുള്ള കമ്മലൊക്കെ കണ്ട ഭ്രാന്തായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഒരു ഷെയറിങ് കൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും ഒരു ഉപകാരം ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കമ്മലിൻ്റെ കളക്ഷൻസ്. പിന്നെ ഇനി നമ്മൾ നാളെ വീഡിയോസ്, അടുത്ത നെക്ലസിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ നാളെ വരാൻ കേട്ടോ. കുറേ നെക്ലസ് വന്നിട്ടുണ്ട്. നെക്ലസ് ഒന്നും കളർ പോകുന്ന നെക്ലസ് അല്ല, നമ്മൾ സിൽവർ ടൈപ്പിലൊക്കെയുള്ള ഡയമണ്ട് പോലെയൊക്കെയുള്ള നെക്ലസ്സുകൾ കുറച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ആയിട്ടൊക്കെ നാളെ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.